നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 196-ാമത്തെ എപ്പിസോഡാണ്. ഇന്നെൻ്റെ 74-ാമത്തെ ബർത്ത്ഡേ ആണ്. നാളനുസരിച്ചുള്ളതല്ല, ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചുള്ള ബർത്ത്ഡേയും കൂടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതുവരെയുള്ള എൻ്റെ അറിവുകൾ, അതായത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അറിവുകൾ, പിന്നെ എന്തായാലും ഈ വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നതാണ് ഫൈനൽ ടിപ്സ് ടു വിമൻ. സ്ത്രീകൾക്കാണ് ഞാനത് പ്രത്യേകിച്ച് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം അവർക്കാണല്ലോ ഒരുപാട് അബദ്ധം പറ്റുന്നത്. എന്നുവെച്ചാൽ മറ്റുള്ള പുരുഷന്മാരിൽ നിന്നൊക്കെയുള്ള ചതിയും കാര്യങ്ങളും കൂടുതലും പറ്റുന്ന സ്ത്രീകൾക്കാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാനിത് സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നത്. എനിക്കും പോരെങ്കിൽ സിസ്റ്റർ ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് സിസ്റ്റേഴ്സിനോട് അല്ലെങ്കിൽ സ്ത്രീകളോട് എനിക്ക് പ്രത്യേകം ഒരു വാത്സല്യമുള്ള ആളാണ്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ ഇതാണ്: ഫൈനൽ ടിപ്സ് ടു വിമൻ ഓഫ് പാമിസ്ട്രി, ന്യൂമറോളജി, അസ്ട്രോളജി, ലക്ഷണശാസ്ത്രം ആൻഡ് ഫൈനലി മന്ത്രശാസ്ത്രം. ഇത്രയും കാര്യങ്ങളെ പറ്റിയുള്ള ടിപ്സ് മാത്രം. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ ഉള്ള എൻ്റെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോന്നിൻ്റെയും ടിപ്സ് മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. ആദ്യമായിട്ട് പാമിസ്ട്രി, ഹസ്തരേഖ ഇടുക. അതാണ് ഞാൻ ആദ്യം പഠിച്ചത്. ഈ ശാസ്ത്രത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്, ഈ ചുവന്ന നിറമുള്ള നഖങ്ങൾ ഉള്ള പുരുഷന്മാരെ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം അവരെല്ലാം വളരെ രാക്ഷസ സ്വഭാവമുള്ളവരായിരിക്കും എന്നാണ് ഈ ഹസ്തരേഖാശാസ്ത്രം പറയുന്നത്. അതായത് വിരലുകളുടെ നഖങ്ങൾ ചുവപ്പ് നിറമുള്ളവർ. പിന്നെ ഇനി വലത് കൈവെള്ളയിലെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും മധ്യയുള്ള ബുദ്ധിരേഖ എന്ന് പറയും. ബുദ്ധിരേഖ തള്ളവിരലിലും എല്ലാ സ്ത്രീക്കും പുരുഷനും എല്ലാം ഒരേപോലെ വലത് കൈയിലെ ചൂണ്ടുവിരലിനും തള്ളവിരലിനും നടുക്കുള്ള ഒരു രേഖയുണ്ട്. മൊത്തം അവിടെ 3 രേഖയുണ്ട്. അതിൽ നടുക്കുള്ള രേഖ, അതിന് ബുദ്ധിരേഖ എന്നാണ് പറയുന്നത്. അത് വളവുള്ളതാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പുരുഷന്മാരെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പാടില്ല. അവർ ചതിക്കും എന്നാണ് പറയുന്നത്. പിന്നെ കൈകൾ പുറത്ത് കാണിക്കാത്തവർ, ഈ കൈകൾ എപ്പോഴും പോക്കറ്റിലിട്ടുണ്ട്, പാൻറ്റിൻ്റെ പോക്കറ്റിലൊക്കെ ഇടുന്നവരും പുറകെ കൈ കെട്ടിക്കൊണ്ട് നടക്കുന്ന ആണുങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. കാരണം അവരൊക്കെ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത പുരുഷന്മാരായിരിക്കും എന്നാണ് ഈ ഹസ്തരേഖാശാസ്ത്രം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കൈകൾ പുറത്ത് കാണിക്കാതെയും കൈവെള്ളകൾ കൂട്ടി തിരുമ്മുകയും, കൈവെള്ളകൾ ഇങ്ങനെ കൂടെ ഇങ്ങനെ തിരുമുന്ന ആളുകളുണ്ട്. കൈവെള്ളകൾ 2 കൈവെള്ളകളും കൂടെ ചേർത്ത് തിരുമുന്ന പുരുഷന്മാർ, അവർ വളരെ പെട്ടെന്ന് ക്ഷിപ്രകോപികളും ദേഹോദ്രം ചെയ്യുന്നവരായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരെ കഴിയുന്നത് ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പെട്ടെന്ന് അവർ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരായിരിക്കും പുരുഷന്മാരാണ്. ആരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അടുത്തത് ന്യൂമറോളജി, സംഖ്യാജ്യോതിഷം വെച്ച് നോക്കുമ്പോൾ ഈ ജനന ദിവസത്തെ സംഖ്യയ്ക്ക് ഭാഗ്യസംഖ്യ എന്നാണ് പറയുന്നത്. ബർത്ത് നമ്പർ, അതായത് ഇപ്പം ഡേറ്റ് നമ്മൾ ഒരു മാസത്തിൽ 1 മുതൽ 31 വരെയുള്ള ദിവസം ഉണ്ടല്ലോ, അതിൽ ഈ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ആ ഡേറ്റാണ്. നമ്മളിപ്പോൾ 1-ാം തീയതി ജനിച്ചാണെങ്കിൽ ആ 1, 2-ാം തീയതി ആണെങ്കിൽ 2, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂമറോളജിയിൽ ഭാഗ്യസംഖ്യ, അതായത് 3-ാം തീയതി ജനിച്ചവർ, അവരൊക്കെ നല്ല സ്വഭാവമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. 3. പിന്നെ 12-ാം തീയതി, ഞാനും 12-ാം തീയതി ജനിച്ച ആളാണ്. ഇന്ന് 12 നവംബർ 12 അപ്പം പിന്നെ ഞാൻ നവംബർ 12 1950 ജനിച്ച ആളാണ്. അപ്പോൾ ഈ 3, 12, 30 വരെ ഒരു മാസം വരാൻ പറ്റത്തുള്ളൂ 3-ന്. അങ്ങനെ 3, 12, 30 എന്നുള്ള ആ ഒരു ഡേറ്റ് ജനിച്ചിട്ടുള്ള ആളുകൾ നല്ല സ്വഭാവമുള്ളവരായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനിയും വിധിസംഖ്യ എന്ന് പറയും, ഡെസ്റ്റിനി നമ്പർ. അതെന്ന് പറയുന്നത് നമ്മൾ ജനനസംഖ്യ, അതായത് ജനന ദിവസത്തെ ആ ഡേറ്റ്, അതായത് അപ്പോൾ 0 മുതൽ 31 വരെയുള്ള ആ ഡേറ്റ്, മന്ത്, അതായത് 1 മുതൽ 12 വരെയുള്ള മന്ത്, പിന്നെ വർഷം, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3 കിട്ടുകയാണെങ്കിലും അങ്ങനെയുള്ളവരും പിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരും നല്ലവരും ആയിരിക്കും എന്നാണ് പറയുന്നത് സംഖ്യാജ്യോതിഷം. ഉദാഹരണത്തിന് ഇപ്പം 12/12/1950 അങ്ങനെ ഒരു ഡേറ്റ് ഉള്ള ജനിച്ച ഒരാളാണെങ്കിൽ അയാളുടെ വിധിസംഖ്യ എല്ലാം കൂടെ കൂട്ടുമ്പം 21 വരും. എന്ന് വെച്ചാൽ 2 + 1 3, അത് 3 വരും. അങ്ങനെയുള്ള ആളുകൾ, അതായത് ഈ ഡേറ്റ്, മന്ത്, ഇയർ, ഇതിൻ്റെ എല്ലാം കൂടെ സംഖ്യകൾ കൂട്ടുമ്പോൾ 3 എന്ന് പറയുന്നത് വരികയാണെങ്കിൽ അവർ 3 ആണെങ്കിൽ വളരെ നല്ലവരായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് 8 വരുന്നതെങ്കിൽ ഈ
ഡേറ്റ് 8-ാം തീയതി ജനിച്ച ഒരാളോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ വരുന്ന വിധിസംഖ്യ 8 ആണെങ്കിൽ അവരെ ഒരു കാര്യത്തിലും വിശ്വസിക്കരുതെന്നാണ് പറയുന്നത്. മാത്രമല്ല അവർ കൂടുതൽ ലഹരിക്ക് അടിമയാകാൻ സാധ്യതയുള്ളവരാണെന്നും ഈ സംഖ്യാ ജ്യോതിഷം പറയുന്നുണ്ട്. ഇനി അസ്ട്രോളജിയുടെ കാര്യം എടുക്കാം. അസ്ട്രോളജിക്ക് ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല. ആദ്യം പറയുന്നത് വ്യാഴഗ്രഹം, അതായത് ഗുരു എന്ന് പറയുന്ന ഗ്രഹം ഈ കമ്പ്യൂട്ടറിൽ ജ്യോതിഷം നോക്കുമ്പോൾ നമുക്ക് അവർ ഗ്രഹനില അടിച്ചു തരും, ഹോറോസ്കോപ്പ്. അപ്പോൾ നോക്കുമ്പോൾ ലഗ്നം എന്ന് പറയുന്ന സ്ഥാനത്ത് ഗുരു നിൽക്കുകയാണെങ്കിൽ അവരെ വിശ്വസിക്കാമെന്നാണ് പറയുന്നത്. അത് മാത്രമേ നമുക്ക് അവരെ പറ്റി പറയാൻ പറ്റൂ. പിന്നെ ശനിഗ്രഹം ഇതുപോലെ ലഗ്നത്തിൽ നിന്നാൽ അവരെ വിശ്വസിക്കരുതെന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ചൊവ്വ 12-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആരായാലും ശരി, അത് ചൊവ്വ രാശിക്കാരനാണെങ്കിൽ കുഴപ്പമില്ല. ചൊവ്വ രാശി ജനിച്ചിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ 12-ാം സ്ഥാനത്ത് ചൊവ്വ നിന്നാൽ അവർ വഴക്കാളികളായിരിക്കും. 12-ാം സ്ഥാനം എന്ന് പറയുന്നത് തന്നെ പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ്. അതായത് റിലേഷൻസ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നാണ് 12-ാം സ്ഥാനം പറയുന്നത്. ആ സ്ഥാനത്ത് ചൊവ്വ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും വഴക്ക് അടിക്കുന്ന ഒരു പുരുഷനായിരിക്കും അല്ലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ജ്യോതിഷം പറയുന്നത് 12-ാം സ്ഥാനത്ത് ചൊവ്വ വന്നാൽ അവർ വഴക്കാളികളായിരിക്കും. പക്ഷേ ചൊവ്വ രാശിക്കാരാണെങ്കിൽ കുഴപ്പമില്ല, ചൊവ്വ രാശി ജനിക്കുന്ന ആളുകൾ. അതിനെപ്പറ്റി അത്രേ പറയാനുള്ളൂ. പിന്നെ ലക്ഷണശാസ്ത്രം പറഞ്ഞാൽ ഒരാളുടെ ചുമലുകൾ, അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരേപോലെയുള്ള അല്ലെങ്കിൽ അവർ വക്രബുദ്ധിയുള്ളവരായിരിക്കും എന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഷോൾഡർ ഒരേപോലുള്ള അല്ലാത്ത ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് പേര്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും അവർ നേരെയുള്ള ബുദ്ധിയല്ല, വക്രബുദ്ധിക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇനി നീളം കുറഞ്ഞ പുരുഷനാണെങ്കിൽ, അതായത് നീളം കുറഞ്ഞ ഈ നമ്മൾ പറയുമല്ലോ അധികം പൊക്കമില്ലാത്ത ആളുകളുണ്ടല്ലോ, അവർ പൊതുവേ പൊക്കമില്ലാത്ത ആളുകൾ ഈ പൊതുവേ നമ്മളൊരു 6 അടി നീളമൊക്കെയാണല്ലോ സാധാരണ പറയുന്നത്. അതിൽ നിന്ന് വളരെ കുറവുള്ളത്, അതായത് ഇപ്പോൾ ഒരു 3 അടി 4 അടിയൊക്കെ പൊക്കമുള്ളെങ്കിലും എത്ര പ്രായമായാലും അവർക്ക് നീളം കൂടത്തില്ല. അങ്ങനെയുള്ളവരെ ഒരിക്കലും വിശ്വസിക്കരുതെന്നും ലക്ഷണശാസ്ത്രം പറയുന്നുണ്ട്. അവർ ചതിയന്മാരായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രമാണ്. കാരണം ഈ മന്ത്രം നമ്മൾ സ്വയം ചൊല്ലേണ്ടതാണ്, അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് ചൊല്ലിക്കുകയോ അല്ലെങ്കിൽ പൂജ ചെയ്യുകയോ എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രയോജനം കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ പൂജ അല്ലെങ്കിൽ ഈ ഹോമം ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ നിന്ന് കാശ് അവർ ഈ പൂജാരികൾ അടിച്ചെടുക്കുമെന്നല്ലാതെ നമുക്കതുകൊണ്ട് അവർക്ക് കൊള്ളാം, അവർക്ക് പ്രയോജനമുണ്ട്. നമ്മൾ കാശ് കൊടുക്കുമ്പോൾ അതും ചൊല്ലുന്നതുകൊണ്ടും അവർക്ക് പ്രയോജനം കിട്ടും. പക്ഷേ നമ്മൾ തന്നെ ചൊല്ലിയെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളതെന്നാണ് മന്ത്രശാസ്ത്രം പറയുന്നത്. ഒരു പൈസ ചിലവുമില്ല. ഒരു മന്ത്രം ഇപ്പം ഞാൻ പറഞ്ഞു തന്നു, എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നു. ആ മന്ത്രം നമ്മൾ ചൊല്ലുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതിന് 10 പൈസയുടെ ചിലവില്ല. ഇനി അത് സർവാരോഗ്യത്തിനുള്ള ഒരു മന്ത്രമുണ്ട്. പിന്നെ ഈ മഹാധന മന്ത്രമുണ്ട്, അത് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി ഒരു മന്ത്രമുണ്ട്. ഈ 3 മന്ത്രങ്ങളാണ് ഞാൻ ഇപ്പോൾ തരാൻ പോകുന്നത്. അത് ആദ്യത്തെ ഓം നമോ നാരായണായ നമഃ എന്ന് പറയുന്നത് കലികാല മന്ത്രവും കൂടാണ്. ഓം നമോ നാരായണ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അത് പറഞ്ഞാലും മതി. അത് രണ്ടും ഒരേ പ്രയോജനം ചെയ്യുന്നതാണ്. പിന്നെ ഈ അസുഖങ്ങളൊക്കെ വരുന്നവർക്കും ഒരു പൈസ ചിലവില്ലാതെ, അതായത് നമ്മൾ വലിയ ഈ ഒരു എമർജൻസി കേസിനല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ഈ പ്രമേഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതുണ്ടല്ലോ, വലിയ അസുഖങ്ങൾ, കാര്യമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ, ഒരു എമർജൻസി കേസിനല്ല, അല്ലാതെ അസുഖമുള്ളവരൊക്കെ ചെയ്യേണ്ട ഒരു മന്ത്രമാണ് ഞാൻ അടുത്ത് പറയുന്നത്. അത് ധന്വന്തിരി എന്ന് പറയുന്നത് നമ്മുടെ മഹാവിഷ്ണു തന്നെയാണ് ധന്വന്തിരി ദേവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്താൻ ഒരു 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി ഒരു ദിവസം. ആർക്കും ചൊല്ലാം. പിന്നെ അതിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഒന്നുമില്ല, എല്ലാവർക്കും ചൊല്ലാവുന്നതാണ്. അതിതാണ് ഓം അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയ അശേഷ നാശു ധന്വന്തരേ ഹരേ. ഇത്രയുള്ള മന്ത്രം നിങ്ങളുടെ പറയാം. ഓം അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയ അശേഷ നാശു ധന്വന്തരേ ഹരേ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറുമെന്നാണ് പറയുന്നത്. ഒരിക്കലും ഏത് രോഗങ്ങളായാലും അത് ലോങ് റണ്ണല്ല, അതായത് നമ്മൾ ഒരു ദിവസം 2 ദിവസം കൊണ്ടല്ല ചൊല്ലിക്കഴിയുമ്പോൾ ഇത് മാറും. ഇപ്പം പ്രമേഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാം മാറാൻ ഇത് ചൊല്ലിയാൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ
ഇത് തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഒരു മന്ത്രമുണ്ട്. അതിലൊരു ഓം ഗണേശ്വരായ നമഃ 108 തവണ ചൊല്ലണം. ഓം ഗണേശ്വരായ നമഃ അത് 108 തവണ ചൊല്ലണം. അതും പിന്നെ നമ്മുടെ തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം മാറാനും ഒക്കെ ഉള്ള ഒരു മന്ത്രമാണത്. പിന്നെ ഓം മഹാധനമന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിങ്ങനെയാണ് പറയുന്നത്. ഓം ഗുരവേ നമഃ, അത് ഗുരു ഞാനാണ്. ഓം ഗണേശായ നമഃ, പിന്നെ ഓം മഹാലക്ഷ്മി നമഃ, ഓം ഗണേശായ നമഃ. ഇത് 3 പ്രാവശ്യം ഇതും ചൊല്ലേണ്ടതാണ്. ഇതും ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും ജീവിതത്തിൽ ദാരിദ്ര്യം വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ഞാൻ കണ്ടുപിടിച്ച മന്ത്രമാണ്, എന്നാലും എനിക്കത് അനുഭവമാണ്. ഞാൻ 14 വർഷം കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ആദ്യം ഒന്നുകൂടെ പറയാം. ഓം ഗുരവേ നമഃ, ഓം ഗണേശായ നമഃ, ഓം മഹാലക്ഷ്മി നമഃ, ഓം ഗണേശായ നമഃ. അതായത് മഹാലക്ഷ്മി സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഗണേശൻ പറഞ്ഞാൽ മാത്രമേ നിൽക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ. നന്ദി, നമസ്കാരം.